ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ റൂമിലൊക്കെ എത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ താഴെയുള്ള മോളാണ് കേട്ടോ ഇത്. അവളിവിടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരും എല്ലാവരും കൂടിയിട്ടാണ് പോകാൻ നോക്കണത്. അപ്പോൾ നമ്മളുടെ കാലത്തെ ഭക്ഷണം അന്ന് ഹോട്ടലിൽ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോകാൻ നേരത്ത് അവിടുത്തെ ഹോട്ടലിൻ്റെ ആൾ പറഞ്ഞു, ഇതാ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളൂ, വന്നു കഴിഞ്ഞ് ചിലപ്പോൾ വരുമ്പോഴേക്കും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതുകൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും അപ്പവും അതുപോലെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദോശയാണ് എടുത്തത്. പിന്നെ കുട്ടികൾ ബ്രെഡും ജാമും കൊടുത്തു. പിന്നെ രസവട എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മളെ നാട്ടിലെ ടേസ്റ്റിനെക്കാട്ടിയും എന്താ പറയുക വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ടാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് നടക്കാനുള്ള ദൂരം തന്നെയാണല്ലോ കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം പൂജയും കാര്യങ്ങളൊക്കെ ആയ കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചേച്ചിമാർ എന്തോ തൈര് സാദം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തേക്ക് വരുന്നവർക്കൊക്കെ ഒരു വഴിപാട് പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പിറന്നാൾ വീട്ടിലേക്ക് പോകണമല്ലോ. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ വന്ന് ചേഞ്ചൊക്കെ ചെയ്തു ഡ്രസ്സ് എന്നിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഒന്നല്ലെങ്കിൽ സാരി കൊടുക്കണമില്ല എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ പാവാടയും ബ്ലൗസ് ഇടണം. ചുരിദാറൊന്നും അകത്തേക്ക് കയറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സാരി ചുറ്റി കെട്ടി പോയതിട്ടില്ല. എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ചുരിദാർ ഇട്ടേ പോവുള്ളൂ. പിന്നെ ശ്രീകുട്ടിനടക്കം ബർമൂടയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു തോർത്തുമുണ്ടൊക്കെ വാങ്ങി ഒളിപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ചുരിദാറൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു മുണ്ടെടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നാത്തൂൻ്റെ മോളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോണ വഴിയിൽ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ ടി വിയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. നമ്മൾ ആദ്യമായിട്ടാണല്ലോ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ
Happy birthday to you. Happy birthday അതെടുത്തോ Happy birthday to you. വാങ്ങിച്ചോ മേടിച്ചോ തരണേ കൈ കഴുകിയല്ലോ അപ്പോൾ നമ്മളിതാ ഫുഡ് അടിക്കുകയാണ്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചപ്പാത്തിയും പനീർ കറിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അതാ നമ്മൾ ഐസ്ക്രീം വന്നിട്ടുണ്ട്. ഐസ്ക്രീമും കഴിച്ച് പിന്നെ പാലട പായസം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. വയറ് ഫുള്ളാക്കിയിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ടാണ്. നമ്മൾ കൊച്ചുവേളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അവിടെ കടലും കായലും ഒക്കെയുള്ള ഒരു പാർക്കും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ്. വേഗം അവരെ എഴുതിയിട്ടുണ്ട്, അവർക്ക് അറിയേ. അരവസ്ഥ നോക്കട്ടെ.
ടാറ്റാ ലച്ചു ടാറ്റാ ലച്ചു ടാറ്റാ ടാറ്റാ. ഒരു കൊടുക്ക് അത് ആ റൂമിലുണ്ട് ആണേ എടുത്തോ എവിടെ അമ്മായി പോയിട്ടില്ല ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടാ. എന്നിട്ട് വേണം വന്നിട്ട് ഒന്ന് കിടന്നുറങ്ങാനായിട്ട്. അപ്പൊ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല, അന്ന് ഫുള്ള് കറക്റ്റ് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങള് പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ നല്ല ഹോട്ടലൊക്കെ തപ്പി നോക്കി നോക്കട്ടെ, ഇല്ലെങ്കിൽ കിട്ടിയത് കഴിച്ചിട്ട് പോരും. അപ്പൊ നാളെ രാവിലെ നമ്മൾ 9 മണി നമ്മൾക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പൊ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ? ശരി. ഹോട്ടൽ അമ്മായിക്ക് പ്യൂർ വെച്ച് കുഴപ്പമുണ്ടോ? നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി നല്ല ഹോട്ടലൊക്കെ ഒന്ന് തപ്പി നടക്കുകയാണ്. ആദ്യം നമ്മൾ അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലൊക്കെ കയറി. അപ്പോൾ ഞങ്ങൾക്ക് അത്ര പിടിച്ചില്ല കേട്ടോ. ഒരു സ്ഥലവും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും കണ്ടപ്പോൾ അത്ര വൃത്തി തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നടന്നിട്ട് വേറെ അന്നപൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഗംഭീര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എല്ലാവർക്കും മസാല ദോശ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ തിരുവനന്തപുരം എപ്പിസോഡിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അതോട് കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ളൊക്കെ വീഡിയോസൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.